ഹായ് ഫ്രണ്ട്സ്, 2023 ഡിസംബർ മാസത്തിന് ശേഷം മറ്റൊരു സൂപ്പർ താര ക്ലാഷ് റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ സിനിമാ ലോകം. സൂപ്പർ താരങ്ങളായ ഷാരൂഖ് ഖാൻ, മോഹൻലാൽ, പ്രഭാസ് എന്നിവരുടെ സിനിമകളാണ് വീണ്ടും ഒരു ക്ലാഷ് റിലീസിന് ഒരുങ്ങുന്നത്. പ്രഭാസിൻ്റെ സലാർ, ഷാരൂഖ് ഖാൻ്റെ ഡങ്കി, മോഹൻലാലിൻ്റെ നേര് എന്നീ സിനിമകൾ 2023 ഡിസംബറിലാണ് റിലീസ് ചെയ്തത്. സമാനമായി 2026 ഡിസംബറിലും ഈ 3 സൂപ്പർ താരങ്ങൾ ഒരുമിക്കുകയാണ്. സീതാരാമം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം ഹനു രാഘവ പുടി എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രഭാസ് നായകനായ ഫൗസി. 2026 ഡിസംബർ 3-നാണ് ചിത്രത്തിൻ്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന ഷാരൂഖ് ഖാൻ നായകനായ കിങ്, തുടരും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തി, മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന അതിമനോഹരം 2023 പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സലാറിൽ പ്രഭാസും പൃഥ്വിരാജ് സുകുമാരനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത്. ഏകദേശം 270 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം ലോകമെമ്പാടുമായി 600 കോടി മുതൽ 702 കോടി വരെയാണ് കളക്ഷൻ നേടിയതെന്ന് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് ചിത്രമെന്ന ഖ്യാതിയും സലാറിന് സ്വന്തമാണ്. രാജ്കുമാർ ഹിരാനിയുടെ സംവിധാനത്തിൽ ഷാരൂഖ് ഖാൻ നായകനായി ഡിസംബറിൽ തന്നെ റിലീസ് ചെയ്ത ഡങ്കി ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു. ഏകദേശം 470 കോടി രൂപയാണ് ആഗോളതലത്തിൽ കളക്ട് ചെയ്തതായാണ് കണക്കുകൾ പറയുന്നത്. 2023 മോഹൻലാലിൻ്റെ വൻ തിരിച്ചുവരവ് ആഘോഷിക്കപ്പെട്ട സിനിമയായിരുന്നു ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര്. തുടർച്ചയായി ഇറങ്ങിയ സിനിമകളുടെ പരാജയം മോഹൻലാൽ ആരാധകരെ നിരാശയിൽ ആഴ്ത്തിയിരിക്കുമ്പോഴാണ് നേര് പുറത്തിറങ്ങിയത്. സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ലോകമെമ്പാടുമായി ഏകദേശം 86 കോടിയോളം കളക്ഷൻ നേടി ഈ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ മലയാള ചിത്രമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. സിനിമാ മേഖലയ്ക്ക് വലിയ ആവേശമേകിയ 2023 ഇതേ ക്ലാഷ് റിലീസ് 2026 ആവർത്തിക്കുമ്പോൾ ആരാധകരും സിനിമാ പ്രേമികളും ആവേശത്തിലാണ്.